ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ നിന്ന് മാറിക്കാണ്. അപ്പോൾ സംഭവം നല്ല റിസൾട്ട് ഉണ്ട്, അടിപൊളിയാണ്. ഞാനിപ്പോൾ 14 ദിവസമായി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഹലോ കേസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല കേട്ടോ വീഡിയോയിൽ ആദ്യം തന്നെ പറയാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ നിന്ന് മാറിക്കാണ്. അതായത് ഒരു 12 ദിവസമായി വീട്ടിൽ നിന്ന് മാറിക്കാണ് ഇതില്ലാണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഞാനൊരു ഷോർട്സ് ഇപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞുതരാം, കാരണം അതിൽ കൊള്ളാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ പറയാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ലെങ്ത് വീഡിയോ ഇടാൻ കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഡോക്ടറെ കാണണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടറെ അടുത്ത് നമുക്ക് പോയി നോക്കുക. ഇത് വിദേശ രാജ്യങ്ങളിൽ പ്രശസ്തമായ ഓൾട്ടർനേറ്റീവ് തെറാപ്പിയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാ നാഡി ഞരമ്പുകളും ബ്രെയിനിൽ നിന്ന് പുറപ്പെട്ട് ഓരോ ഇന്റേണൽ ഓർഗൻസിനെ കണക്ട് ചെയ്ത് എൻഡിങ് പോയിന്റ് കാൽപാദത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രത്യേക ബിന്ദുക്കൾ തൊട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് കാലിൽ പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് കാലിലേക്ക് പരിശോധിക്കുന്നത്. കാലിലാണ് എല്ലാ കണക്ഷൻസും വന്നത്. ഒരു രോഗിനോട് ചോദിക്കാതെ തന്നെ നമുക്ക് അവരുടെ രോഗങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെ രോഗമാണെങ്കിലും അറിയാൻ പറ്റും. പല രോഗങ്ങളും രോഗി അറിഞ്ഞിട്ടുണ്ടാവില്ല. സാധാരണ രീതിയിൽ ഒരു 20% രോഗം ബാധിച്ചതിന് ശേഷമാണ് ഒരാൾ അറിഞ്ഞു തുടങ്ങുന്നത്. പക്ഷെ വേദന തുടങ്ങിയാലാണ് അവർ ഡോക്ടറെ അടുത്ത് പോകുള്ളൂ. അപ്പൊ ഒരു 60% മേലെ രോഗം ബാധിച്ചിട്ടുണ്ടാവും. വേദന എന്ന് പറയുന്നത് അവസാന ലക്ഷണമാണ്. പക്ഷെ നമ്മളുടെ ചികിത്സാ രീതി അനുസരിച്ച് 1% വന്ന് നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. അവിടെ പിടിച്ചാല് 1% 20ന്റെ മേളിലൊക്കെ പോയാലാണ് ആ വ്യക്തി അറിയുള്ളൂ. അപ്പോൾ ഒരാൾ അറിയണതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. അതിന് കാരണം എല്ലാ നാടിഞ്ഞ ബ്രെയിനിൽ നിന്ന് പുറപ്പെട്ട് ഇന്റേണൽ ഓർഗൻസിനെ കണക്ട് ചെയ്ത് എൻഡ് പോയിന്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഒരാള് ബോധം കെട്ട് വീണ് ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ജീവനുണ്ടോ എന്നുള്ള പരിശോധനയിൽ മെയിൻ പാർട്ട് കാലിന്റെ അടിയിലാണ്. പ്ലാന്റാർ റിഫ്ലക്സ് നോക്കുന്ന പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി സാധാരണക്കാർക്ക് മനസ്സിലാണ്. ഉദാഹരണം പറയാം. തണുപ്പ് വന്നാൽ കയ്യും തലയും മേലെല്ലാനും പുതച്ചാലും കാൽപാദം മൂടിയില്ലെങ്കിൽ തണുപ്പ് മാറൂല. ശരിയാ. എന്നാൽ കാൽപാദം മാത്രം മൂടിയാല അവർക്ക് സഹിക്കാൻ പാകത്തിനാവും. ഒരു 70-80% തണുപ്പ് മാറും. ശരിയല്ലേ? അത്ര ഇമ്പോർട്ടൻസ് ആണ് കാലിന്റെ അടിയില്. അപ്പൊ ഇതിലൂടെ നമ്മൾ സെൽസ് ആക്ടിവേഷൻ നടത്തി കഴിയുമ്പോൾ തന്നെ ശരീരം പുതിയ ഹെൽത്തി സെൽസിനെ ഡെവലപ്പ് ചെയ്യിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞ മനസ്സിലായ? അങ്ങനെ ശരീരത്തിന് മാത്രമാണ് രോഗം മാറ്റാനുള്ള കഴിവ്. ശരീരം പുതിയ ഹെൽത്തി സെൽസിനെ മാറ്റി വരുന്നതനുസരിച്ച് നമ്മുടെ രോഗം മാറുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വേദന സംബന്ധമായ രോഗങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വ്യത്യാസം കിട്ടും. ഇപ്പൊ ഇവിടെ എന്തിനൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഉള്ളത്? ഇപ്പോൾ എല്ലാവിധ രോഗങ്ങൾക്കും നമുക്ക് വരുന്നുണ്ട്. അതാണ് പറഞ്ഞത്. വേദന സംബന്ധ രോഗങ്ങൾ, ഇപ്പൊ നടുവേദന, തലവേദന, കാൽമുട്ട് വേദന. തലവേദനയൊക്കെ എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിൽ ചിലപ്പോൾ 2-3 സിറ്റിംഗ് കൊണ്ട് ചിലപ്പോൾ മാറും. അതുപോലെ നടുവേദന, സയാറ്റിക്ക പ്രോബ്ലംസിനൊക്കെ, കാലിലൊക്കെ വേദന ഇറങ്ങണല്ലേ, ഇതിനൊക്കെ സർജറി അല്ലാതെ തന്നെ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇവിടെ വന്ന് 99% കേസും നമുക്ക് സക്സസ് ആണ്. 1% കേസ് സർജറി വേണ്ടതുണ്ട്. അത് ഞാൻ ചെയ്യാൻ തന്നെ പറഞ്ഞോളൂ. അത് ഡോക്ടർമാർ എന്താ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ മരുന്ന് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മരുന്നില്ലാതെ തെറാപ്പിയിലൂടെ മാത്രമാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. മരുന്ന് കഴിക്കേണ്ട രോഗങ്ങളാണെങ്കിൽ ഞാൻ കഴിക്കാനും പറയും. എല്ലാ സയൻസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ചിലതിന് മരുന്ന് കഴിക്കേണ്ടതാണെങ്കിൽ കഴിക്കുക തന്നെ കണ്ടിന്യൂ ചെയ്ത് ചെയ്യാൻ പറയും. അതോടൊപ്പം നമ്മുടെ ഈ തെറാപ്പി കൊണ്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആശ്വാസം വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 10 ദിവസത്തിന് മേലെ ആയിട്ടോ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട്. 10-12 ദിവസം കണ്ടായി. അപ്പോൾ ഞാനെൻ്റെ കാലിന് അസാധ്യ വേദന എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നാട്ടിൽ ഇംഗ്ലീഷ് മരുന്നൊക്കെ കുടിച്ചിട്ട് അവിടെ ഡോക്ടറെ കാണിച്ച് മാറാത്തതുകൊണ്ടാണ് ഇവരെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഇരുന്ന് കാലിന് വേദന എന്ന് പറഞ്ഞു. സാറ് നേരെ കാലിന് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കാലിനൊരു കുഴപ്പമില്ല, പ്രശ്നം മൊത്തം വയറിനാണ്. അപ്പോൾ നമ്മളൊരു എക്സ്റേയോ അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങോ ഒന്നും ഇല്ലാണ്ട് അവിടെ നാടി പിടിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ മൊത്തം സാർ ഇങ്ങോട്ട് പറഞ്ഞു തന്നു. പിന്നെ ഭക്ഷണ രീതി, ഉറക്കം, ഇതൊക്കെ മിസ്മാച്ചാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറും എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ തെറാപ്പി തുടങ്ങിയത്.
ഇപ്പോൾ തുടങ്ങിയ സമയവും ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇനി ഉള്ളത് എൻ്റെ അടുത്താണെന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ ഭക്ഷണം കറക്റ്റാക്കുക, എക്സസൈസ് പതുക്കെ ചെയ്തു തുടങ്ങുക, പിന്നെ ഉറക്കം അല്ലേ, ഉറക്കം. ഇതെല്ലാം കൂടെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേദന എനിക്ക് നല്ല കുറവുണ്ട് ഇപ്പോൾ. ഇതാണ് നമ്മളെ തെറാപ്പി ചെയ്യാനുള്ള ആൾ കേട്ടോ. യുവർ നെയിം പ്ലീസ്. ഓക്കെ, അപ്പോൾ ആള് നമ്മളെ തെറാപ്പി ചെയ്യാൻ പോവാണ്. വാ, റെഡി? നമ്മൾ ഇന്ന് മിക്കവാറും അവസാനത്തെ ദിവസേക്കാരം തെറാപ്പിൻ്റെ 14 ദിവസം കണ്ടായി ടോട്ടൽ ഇപ്പോൾ. അപ്പോൾ എന്താ പറയുക, ഡോക്ടറെ കണ്ട്, ഇന്ന് ഡോക്ടറെ കണ്ടില്ല കേട്ടോ, ഒന്ന് തെറാപ്പി കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ 5 or 6 ആളുകളുണ്ട്, തെറാപ്പിസ്റ്റ് പിന്നെ ഡോക്ടറും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഞാൻ പതുക്കെ സംസാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് എന്താ പറയുക, സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കിട്ടില്ല. കാരണം എന്താ അറിയോ, നമ്മളെ പരിശോധിക്കുന്ന ഡോക്ടറും അതുപോലെ തെറാപ്പിസ്റ്റും 6 പേരുണ്ട്, അവരും ബ്ലൈൻഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എങ്ങനെ ഇത് പരിശോധിക്കണമെന്നല്ലേ. അവർ കാലിൻ്റെ അടിയിൽ ഇത് കണ്ടോ, ഇതേപോലെ അയ്യോ ഫോണ്, ഒരു മിനിറ്റ്, ഇതേപോലെ കാലിൻ്റെ നാടി പിടിച്ചിട്ട് ആണ് ഇവർ ഇത് സംഭവം ചെയ്യുന്നത്. അപ്പോൾ സംഭവം നല്ല റിസൾട്ട് ഉണ്ട്, അടിപൊളിയാണ്. ഞാനിപ്പോൾ 14 ദിവസമായി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കെൻ്റെ കാലുവേദനയായിട്ടാണ് ഞാൻ വന്നത്. നല്ല മാറ്റമുണ്ട് കേട്ടോ. ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുക. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ട്, അതിൽ അവരുടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇതിൽ ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ താഴെ ഞാൻ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ആളുകൾ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്. Hello, good evening everyone. My name is Jayraj, myself. This is my son Nilesh Jayraj. He's been diagnosed for autism and ADHD. We live in UK, but through a very, very strong referral, one of my friend's daughter got better from here, and I came here as well. And the last 2 weeks, I am taking a treatment from Dr. Ansar. I can say he got magical hands, and my son made in 2 weeks massive improvement. His vocals been very much improved, and also his way of behaving is very much improved as well. I hope this video will help more people can come with Dr. Ansar. I'm really mean, if anyone thinking there is no medication for autism, അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മളെ തെറാപ്പി കഴിഞ്ഞു കേട്ടോ. നമുക്ക് 1 മണിക്കൂറാണ് തെറാപ്പി ഉണ്ടാവുക. അപ്പോൾ അതാ കഴിഞ്ഞ് നമ്മളൊരു ക്രീമൊക്കെ ഇട്ടിട്ടാണ് തെറാപ്പി ചെയ്യുക. അപ്പം അതൊക്കെ തുടക്കുകയാണ് ഞാൻ. ഓക്കെ ബൈ, ഫിനിഷ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്നറിയോ, ഇത് ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മൾ ഹോസ്പിറ്റലിലും അവിടെയും ഇവിടെയൊക്കെ പോയി ഒരുപാട് പൈസയും കളഞ്ഞ് ഒരുപാട് വേണ്ടാത്തതും ആയ ഒരുപാട് മരുന്നുകൾ, അങ്ങനെ തന്നെ പറയാം, മരുന്നുകളൊക്കെ കുടിച്ചിട്ട് നമ്മളെ വയറ് ചീത്തയാക്കണേക്കാളും നല്ലത് ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് വന്നിട്ട് നിങ്ങൾ മാറുമല്ലേ നോക്കി, ഒറ്റ പ്രാവശ്യം വന്ന് നോക്കി, എന്നാൽ അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്നുള്ളത്. ഇന്നലെ ഇപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് നല്ല ആശ്വാസമുണ്ട്, അത്യാവശ്യം നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വന്ന് നോക്കിയാൽ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. കാരണം ഒരു ദിവസം എത്ര പേര് എടുക്കുക? 50 പേരുള്ളൂ. അല്ല, ഒരു ദിവസം 50 പേരെടുക്കും. അപ്പോൾ തിരക്കുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ബുക്ക് ചെയ്ത് ഒരു സമയം തരുന്ന ആ സമയത്തേക്ക് വന്നാൽ ഒന്നും കൂടെ നന്നാവും. അതാണ്. അപ്പം പറ്റുന്നവർ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിയിട്ടോ. ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ അല്ല. കാരണം ഞാൻ ഇവിടെ വന്നു ചികിത്സിച്ച് എൻ്റെ അസുഖം മാറിയതിൻ്റെ പേരിൽ മാത്രമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, പറയാൻ സംഭവം സത്യം പറഞ്ഞ വാക്കുകൾ കിട്ടണില്ല കേട്ടോ. ഇതാണ് നമ്മളെ ചികിത്സിച്ചത് നമ്മളെ ഡോക്ടർ അൻസാർ
എന്നാണ് ആളെ പേര്. എറണാകുളം ആലുവയിൽ. ഇങ്ങോട്ട് എന്താ സ്ഥലപ്പേര് കറക്റ്റ് പറയാ? ആലുവ തോട്ടുമുഖം. ആലുവ തോട്ടുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആരോട് ചോദിച്ചാലും ഇവിടുന്ന് പറഞ്ഞു തരും. അപ്പം നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിളിച്ചിട്ട് മാത്രം വന്നാൽ മതി കേട്ടോ. നമ്മുടെ ഹീലിംഗ് ടച്ച് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് കുറേ ഇതിലും മുമ്പ് പല പത്രമാധ്യമങ്ങളിലെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്, ചാനൽ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഡോക്ടർ അൻസാർന്നോ അൻസാർ ചെയ്യുന്നോ അല്ലെങ്കിൽ ഡോക്ടർ അൻസാർ ഹീലിംഗ് ടച്ച് എന്നൊക്കെ അടിച്ചാൽ കാണാൻ പറ്റും. കൂടുതൽ ചികിത്സേനെ കുറിച്ചൊക്കെ ആ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്ത് സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം. അവർക്കുള്ള അതിനുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നതാണ് കേട്ടോ. അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അസുഖമാണെങ്കിലും ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു നോക്കി. കാരണം വേദന സംബന്ധമായതാണെങ്കിലും ഇനി ഞാനിപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ ചെറിയ മക്കളുണ്ട്, ഓട്ടിസം ബാധിച്ചവരും അതുപോലെ കാലിന് ശേഷിയില്ലാത്തവർ, ഇങ്ങനത്തെ ഒരുപാട് ന്യൂറോ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേഷ്യൻസിന് ഞാനിപ്പം ഈ 10-12 ദിവസത്തിൻ്റെ ഉള്ളിൽ കണ്ടു. അപ്പം ഞാനിവിടെ ഇവരടുത്ത് ചോദിച്ചു അന്വേഷിച്ച സമയത്ത് ഇവരൊക്കെ 10, 20, 25 ദിവസം അല്ലെങ്കിൽ 3 മാസം മുന്നൊക്കെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോയ ആളുകളാണ്. അപ്പം ഇവർക്ക് മാറ്റം വന്ന് തുടങ്ങി. നടക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് നടക്കാൻ, അതുപോലെ ഓട്ടിസം ബാധിച്ച കുട്ടികളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയൊക്കെ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യമായിട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് വന്ന് നോക്കി നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ ഇതിലാവണ്ട, നിങ്ങളെ അസുഖം മാറുമെന്ന് നോക്കി. ഓക്കെ, കാരണം കണ്ടുപിടിക്കാൻ പറ്റും. രോഗകാരണം കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രോഗത്തിന് പെർമനന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരുപാട് താങ്ക്സ് എൻ്റെ അസുഖം മാറ്റി തന്നേന്. അള്ളാനെ ശിഫാൻ. അതെ. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഡോക്ടറെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം പറയുന്നത്. അപ്പോൾ അതിൽ ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് മാത്രമാണ് എനിക്കെൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ. അതുവരേക്കും ബൈ ബൈ.